നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 ഹിന്ദി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ജാൻവി. ആ ചാപ്റ്ററിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സൈഡ് ക്വസ്റ്റ്യൻസ്, ബോക്സ് ക്വസ്റ്റ്യൻസ്, ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ 13 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, बुजुर्ग के मन में अपराध का भाव क्यों उठा होगा? എന്തുകൊണ്ടാണ് ആ വൃദ്ധൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാൻ കാരണം? നമുക്ക് ആൻസർ നോക്കാം. क्योंकि बुजुर्ग अनजाने में लेखिका की रिजर्व्ड सीट पर बैठ गए थे. वे गहरी चिंता में खोए हुए थे. जब लेखिका ने कहा कि यह सीट मेरी है तो उन्हें लगा कि उन्होंने गलती से किसी का हक ले लिया है, इसलिए उनके मन में अपराध भाव आ गया. എന്തുകൊണ്ടെന്നാൽ വൃദ്ധൻ അറിയാതെ ലേഖികയുടെ റിസർവ് ചെയ്ത സീറ്റിൽ ഇരിക്കുകയുണ്ടായില്ലേ. പിന്നെന്താണ്, ഗഹരി ചിന്ത മേ ഖോയെ ഹുയേത്തെ, വളരെ ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകിപ്പോയി. ജബ് ലേഖികാനെ കഹാക്കി, അപ്പോൾ ലേഖിക പറഞ്ഞു യെ സീറ്റ് മേരി ഹൈ, ഇതെൻ്റെ സീറ്റാണ്. तो उन्हें लगा कि उन्होंने गलती से किसी हक ले लिया है. അപ്പോൾ വൃദ്ധന് അത് താൻ തെറ്റായ രീതിയിൽ മറ്റൊരാളുടെ അവകാശം കൈക്കലാക്കി എന്നുള്ള ആ ഒരു രീതിയിലാണ് വൃദ്ധന് എന്താണ് മനസ്സിൽ കുറ്റബോധം തോന്നാൻ കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 14 मन उदास हो गया उसके इस रवैये से क्यों? മനസ്സ് എന്താണ് വല്ലാതെ വിഷമിച്ചു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം കൊണ്ട്, ആ ഒരു മനോഭാവം കാരണം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അല്ലേ. അതെന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് ആൻസർ നോക്കാം. क्योंकि लेखिका यात्रा में बात करने के लिए तरस रही थी. युवती ब्लूटूथ लगाए आधुनिक कपड़े पहने अपने में मस्त बैठी थी और किसी से बात नहीं कर रही थी. उसके इस उपेक्षा भरे अहंकारी रवैये को देखकर लेखिका का मन उदास हो गया. എന്തുകൊണ്ടാണ് ലേഖിക യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് ആരെങ്കിലുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലേഖികയ്ക്ക് എന്താണ് ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ. ലേഖികയുടെ മനസ്സ് ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, സംഭാഷണത്തിനായി കൊതിച്ചിരുന്നു. അപ്പോൾ ഒരു യുവതി ഉണ്ടായിരുന്നു, എന്താണ് ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് ആധുനിക വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അല്ലേ, ആരോടൊന്നും സംസാരിക്കാതെ ചിന്തകളിൽ മുഴുകി തൻ്റേതായ ഒരു എൻ്റർടൈൻമെൻറ്റിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു യുവതിയുടെ അവഗണനയും അഹങ്കാരം നിറഞ്ഞ മനോഭാവമാണ് ഇവിടെ ലേഖികയെ ദുഃഖിപ്പിച്ചത്, അല്ലെങ്കിൽ ലേഖികയുടെ മനസ്സിന് ദുഃഖം തോന്നാൻ കാരണം എന്നാണ് ലേഖിക പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 14 തന്നെ, ഉസ്കി ആധുനികത മേരി ആँखों में गटकने लगी. यहाँ लेखिका का मनोभाव क्या रहा होगा? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം നോക്കാം. ഇവിടെ നമ്മുടെ ലേഖികയ്ക്ക് എന്താണ് ആ ഒരു ആധുനികതയിൽ, അതായത് ആ യുവതിയുടെ ആധുനികതയിൽ ലേഖികയ്ക്ക് എന്താണ് അലോസരപ്പെടാൻ തുടങ്ങി. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ലേഖികയ്ക്ക് അവളുടെ ആധുനികതയിൽ അലോസരം തോന്നാൻ കാരണം, ഒരു ഇഷ്ടക്കേട് തോന്നാൻ എന്താണ് കാരണം എന്നാണ് आंसर നോക്കാം. यहाँ लेखिका का मनोभाव पुरानी पीढ़ी का परंपरागत सोच वाला है. उन्हें लगा कि आधुनिकता का मतलब बदतमीजी और बड़ों का सम्मान न करना है. मन में ईर्ष्या और थोड़ी जलन भी थी कि जवान लोग मस्त रहते हैं और किसी की परवाह नहीं करते. നമ്മുടെ ലേഖികയ്ക്ക് എന്താണ്, ലേഖികയുടെ വികാരം, ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾഡ് ജനറേഷനോടാണ് അല്ലേ, പഴയൊരു തലമുറയോടാണ്. അതായത് ഇപ്പോൾ ഒക്കെ ന്യൂജൻ കുട്ടികളാണ് അല്ലേ.
അപ്പോൾ പണ്ടത്തെ ആളുകൾക്കൊക്കെ പണ്ടത്തെ രീതിയോടാണ് ഇഷ്ടം. അപ്പോൾ എന്താണ്, അതൊരു പരമ്പരാഗത മാനസികാവസ്ഥയാണ് അത് കാണിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. ആധുനികത എന്ന് പറയുമ്പോൾ എന്താണ്, അത് മുതിർന്നവരോടുള്ള ബഹുമാനവും ഒക്കെയാണെന്നാണ് ലേഖികയുടെ ഒരു കരുതൽ. ചെറുപ്പക്കാർക്ക് എന്താണ്, ഒരു മുതിർന്നവരോട് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ, ഒരു കരുതലില്ലായ്മ, എന്താണ്, അവർക്കൊരു അസൂയയും ഒരു അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ലേഖിക പറയുന്നത്. फोर्थ क्वेश्चन, जैसे प्यासे को तृप्ति मिल गई हो, इसका तात्पर्य क्या होगा? അതായത് ദാഹിച്ച ഒരാൾക്ക് തൃപ്തി വന്നതുപോലെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ദാഹിച്ച ഒരാൾക്ക് ഇത്തിരി വെള്ളം കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവില്ലേ, ആ ഒരു ഫീൽ ഇവിടെ ലേഖികയ്ക്ക് തോന്നാൻ എന്താണ് കാരണം? आंसर नोकाम. लेखिका बात करने के लिए प्यासे की तरह तरस रही थी जब युवती ने बहुत देर बाद उन्होंने देखकर हल्की सी स्माइल दी तो लेखिका को लगा जैसे प्यासे को पानी मिल गया हो, यानी उसे बहुत बड़ी खुशी और संतुष्टि मिली. അതായത് ദാഹിക്കുന്ന ഒരാളെ പോലെയായിരുന്നു നമ്മുടെ ലേഖിക. അതായത് ഒരു സംസാരത്തിനായി, ഒരു സംഭാഷണത്തിനായിട്ട് ലേഖിക കൊതിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം യുവതി എന്താണ്, ലേഖികയെ നോക്കിയിട്ട് ചെറുപുഞ്ചിരി നൽകിയപ്പോൾ ദാഹിച്ചു വലയുന്ന ഒരാൾക്ക് വെള്ളം കിട്ടിയതുപോലെയാണ് തോന്നിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്, അവർക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ മനസ്സിന് തോന്നുകയാണ്. फिफ्थ क्वेश्चन पेज नंबर 15 മൊബൈൽ में व्यस्त युवती अचानक क्यों बोल पड़ी? അതുവരെ മൊബൈൽ ഫോണിൽ ബിസിയായിരുന്ന യുവതി പെട്ടെന്ന് എന്തിനാണ് സംസാരിച്ചത് എന്നാണ്. ആൻസർ നോക്കാം. जब बुजुर्ग ने कहा कि मैं गंगा माई की पगडंडी में रहने जा रहा हूँ और मेरा कोई नहीं है, तो इस करुणामय वाक्य ने युवती का ध्यान खींच लिया. उसके मन में करुणा और जिज्ञासा जाग गई, इसलिए वह मोबाइल छोड़कर बातचीत में शामिल हो गई. അപ്പോൾ നമ്മുടെ കഥയിൽ ബുജുർഗ് പറയുന്നുണ്ട് അല്ലേ, ഞാൻ എന്താണ് ഗംഗയുടെ തീരത്തിൽ ഗംഗാമാതാവിൻ്റെ പാദപ്പൊടിയിൽ ജീവിക്കാൻ പോകുന്നു എന്നും പിന്നെ എനിക്ക് ആരുമില്ല എന്ന് വൃദ്ധൻ പറഞ്ഞപ്പോൾ ആ കരുണാർദ്രമായ വാക്കുകൾ കേട്ടിട്ട് യുവതിയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിയില്ലേ. പിന്നെ അനുകമ്പയും ജിജ്ഞാസയും ക്യൂരിയോസിറ്റിയും ഒക്കെ കൊണ്ടിട്ട് ഉണർന്ന അവൾ മൊബൈൽ അവിടെ താഴെ വെച്ചിട്ട് അവരുടെ സംഭാഷണത്തിൽ പങ്കുചേരുകയാണ്. सिक्स्थ क्वेश्चन पेज नंबर 16 आखिर यह भी तो उसी पीढ़ी की है, फिर इतना आक्रोश क्यों? इसे आप कहाँ तक सहमत है? എല്ലാത്തിനും ഉപരി അവളും അതേ തലമുറയിൽ നിന്നുള്ളവളാണ്, പിന്നെ എന്തിനാണ് ഇത്രയധികം കോപം? അപ്പം നിങ്ങൾ എത്രത്തോളം ഇതിനോട് യോജിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. जानवी भी नई पीढ़ी की है, लेकिन वह संस्कारी और संवेदनशील है. उसका आक्रोश बुजुर्ग के प्रति नहीं बल्कि उनके स्वार्थी बच्चों के प्रति, जिन्होंने पिता की सारी ज़मीन बेचवा दी और उन्हें अकेला छोड़ दिया. मैं इससे पूरी तरह सहमत हूँ कि सारी नई पीढ़ी बुरी नहीं होती. जानवी जैसी अच्छी युवा भी है. എന്താണ് ഇവിടെ പറയുന്നത്? സിക്സ്ത് ക്വസ്റ്റ്യൻ ജാൻവിയും ന്യൂ ജനറേഷനാണ് അല്ലേ, പുതിയ തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്.
പക്ഷെ അവളെന്താണ് സംസ്കാര സമ്പന്നയും വളരെ എന്താണ് മറ്റുള്ളവരുടെ സെൻസിറ്റീവാണ്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും ഒക്കെ ദുഃഖിക്കുന്ന ഒരു കുട്ടി, ഒരു ക്യാരക്ടറായിരുന്നു. അവളുടെ ദേഷ്യം എന്താണ് പ്രായമായവരോടല്ല, മറിച്ച് അവരുടെ ഭൂമി മുഴുവൻ വിറ്റ് അവരെ ഒറ്റപ്പെടുത്തിയ സ്വാർത്ഥരായ കുട്ടികളോടായിരുന്നു. പുതിയ തലമുറയിലെ എല്ലാവരും മോശക്കാരല്ലെന്ന് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. ജാൻവിയെ പോലുള്ള നല്ല ചെറുപ്പക്കാരുണ്ട് എന്നാണ് പറയുന്നത്. दर्द का सूनापन उन आँखों में देखा जा सकता था. दर्द का सूनापन से क्या तात्पर्य है? ആ കണ്ണുകളിൽ വേദനയുടെ ശൂന്യത കാണാമായിരുന്നു. വേദനയുടെ ശൂന്യത എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. 7th क्वेश्चन आंसर നോക്കാം. दर्द का सूनापन का अर्थ है इतना ज़्यादा दुख सहना कि अब आंखों में आंसू भी न बचे हो, सिर्फ खालीपन और शून्यता रह जाए. बुजुर्ग ने पूरी ज़िंदगी बच्चों के लिए कुर्बान कर दी. पत्नी को खोया, ज़मीन बेच दी, फिर भी अंत में बच्चे ही उन्हें छोड़ गए. इस गहरे अकेलेपन और धोखे का खालीपन उनकी आंखों में दिख रहा था. വേദനയുടെ ശൂന്യത എന്നാൽ എന്താണ്? കണ്ണുകളിൽ നിന്ന് കണ്ണീർ അവശേഷിക്കാത്തത്ര ആഴത്തിലുള്ള കഷ്ടപ്പാടാണ്. ശൂന്യത മാത്രം. വൃദ്ധൻ തൻ്റെ ജീവിതം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ത്യജിച്ചു. ഭാര്യ മരിച്ചിട്ടും എന്താണ് തൻ്റെ മക്കളെ നന്നായിട്ട് നോക്കി, ഭൂമിയൊക്കെ വിറ്റു. പക്ഷെ ഒടുവിൽ എന്താണ് തൻ്റെ കുട്ടികൾ അയാളെ ഉപേക്ഷിച്ച് പോയില്ലേ. ഈ ആഴത്തിലുള്ള ഏകാന്തതയുടെയും വഞ്ചനയുടെയും ശൂന്യത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദൃശ്യമായിരുന്നു എന്നാണ് ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ലേഖിക കാ മൻ വിതൃഷ്ണാ സേ ഭർ ഗയാ ക്യോ? ലേഖിക കാ മൻ വിതൃഷ്ണാ സേ ഭർ ഗയാ ക്യോ? ലേഖികയുടെ മനസ്സ് വെറുപ്പ് കൊണ്ട് നിറഞ്ഞത് എന്തുകൊണ്ടാണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ലേഖിക കാ മൻ തൃഷ്ണ യാനി घृण വെറുപ്പ് കേട്ടോ, और गुस्से से भर गया क्योंकि वह सोच रही थी कि जो पिता अपनी पूरी जिंदगी बच्चों पर निछावर कर दे, उस पिता को इस बूढ़ापे में ऐसे अकेला कैसे छोड़ा जा सकता है. बच्चों के स्वार्थ और लापरवाही को देखकर उसे बहुत घृणा हुई. ജീവിതം മുഴുവൻ മക്കൾക്കായി സമർപ്പിച്ച ഒരു പിതാവിനെ വാർദ്ധക്യത്തിൽ എങ്ങനെ ഒറ്റയ്ക്കാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോൾ എഴുത്തുകാരിയുടെ ഹൃദയം എന്താണ് വെറുപ്പും കോപം കൊണ്ടൊക്കെ നിറഞ്ഞു. കുട്ടികളുടെ സ്വാർത്ഥതയും അശ്രദ്ധയും അവളെ എന്താണ് അതായത് ലേഖികയെ ഒരുപാട് വെറുപ്പിച്ചു, ദേഷ്യമുണ്ടാക്കി അവരോട്. അതുകൊണ്ടാണ് ലേഖികയുടെ മനസ്സിൽ വെറുപ്പ് തോന്നാൻ കാരണം. എന്താണ്? ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയ തൻ്റെ പിതാവിനെ നോക്കാൻ മക്കൾ റെഡിയായില്ല അല്ലേ, തയ്യാറായില്ല. അപ്പം അതുകൊണ്ടാണ് ലേഖികയ്ക്ക് ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ ഒരു വികാരം മനസ്സിൽ തോന്നാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ പേജ് നമ്പർ 19 ये हाथ मेरे सर पर रखो बाबा, मुझे आशीर्वाद की ज़रूरत है. यहाँ जानवी के चरित्र की कौन कौन सी खूबियाँ खुलती है? അതായത് ജാൻവി ലാസ്റ്റ് തലയിൽ അദ്ദേഹത്തിൻ്റെ കൈ അവളുടെ തലയിൽ വെച്ച് പറയുന്നുണ്ട്, തലയിൽ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ കൈ എൻ്റെ തലയിൽ വെക്കൂ ബാബ, നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം. ജാൻവിയുടെ സ്വഭാവത്തിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 9th क्वेश्चन നമുക്ക് നോക്കാം. इससे जानवी के चरित्र को ये खूबियाँ पता चलती है. दयालुता और करुणा, मानवता और संस्कार, बुजुर्ग को पिता समान सम्मान देना, आत्मविश्वास और आत्मनिर्भरता, अकेलापन का दर्द समझने वाली क्योंकि वह खुद अनाथ आश्रम में पली है, निस्वार्थ सेवा भाव. ഇത് ജാൻവിയുടെ ഈ ഒരു ഗുണങ്ങളൊക്കെയാണ്.
ജാൻവിയുടെ സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്നു. ഏത് ഗുണങ്ങളൊക്കെ? ദയ, അനുകമ്പ, മനുഷ്യത്വം, മൂല്യങ്ങൾ, അതായത് ഒരു പിതാവിനെ പോലെ മുതിർന്നവരെ ബഹുമാനിക്കുക, ആത്മവിശ്വാസം. പിന്നെ ഏകാന്തതയുടെ വേദന അവൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ എന്താണ്? കാരണം അവൾ ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അതുകൊണ്ട് അവൾ മറ്റുള്ളവർക്ക് എന്താണ് സേവനം കൊടുക്കാനും അവരെ നന്നായിട്ട് കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് അവൾക്ക് ഉണ്ടാവുന്നു. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 19 തന്നെ. ലേഖിക അപ്പനെ को क्यों बौना महसूस कर रही थी? ലേഖികയ്ക്ക് താൻ സ്വയം ചെറുതാണെന്ന് തോന്നാൻ എന്താണ് കാരണം? ലേഖികയ്ക്ക് താൻ സ്വയം അല്ലെങ്കിൽ താൻ വളരെ അവരുടെ മുമ്പിലൊക്കെ താൻ ചെറുതായി എന്ന് സ്വയം എന്താണ് ഫീൽ അനുഭവപ്പെടാൻ എന്താണ് കാരണം എന്നാണ് आंसर नोकाम। 10ാമത്തെ क्वेश्चन आंसर। लेखिका ने जानवी के बारे में पहले गलत सोचा था कि वह घमंडी और आधुनिक है, लेकिन अंत में जानवी ने बुजुर्ग को अपना पिता बनाकर बहुत बड़ा दिल दिखाया। जानवी के महान व्यक्तित्व के सामने लेखिका को अपनी सोच बहुत छोटी और तुच्छ लगी, इसलिए वह खुद को बौना महसूस कर रही थी। साथ ही उसे खुशी भी थी कि उसका अंदाज़ा गलत निकला। അതായത് ജാൻവി ഒരു അഹങ്കാരിയും അതായത് ഒരു ആധുനികത, അതായത് ഈ പീഡിയിൽ ന്യൂജനൊക്കെ ആണെന്ന് കരുതി എന്താണ് ലേഖിക അവളെ തെറ്റിദ്ധരിച്ചു അല്ലേ. എന്നാൽ ഒടുവിൽ വൃദ്ധനെ തൻ്റെ പിതാവായി സ്വീകരിച്ചുകൊണ്ട് ജാൻവി ഒരു വിശാല ഹൃദയം പ്രകടിപ്പിച്ചു. മാത്രമല്ല ജാൻവിയുടെ നല്ല ഒരു വ്യക്തിത്വമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വന്തം ചിന്തകൾ ചെറുതും നിസ്സാരവുമാണെന്ന് എഴുത്തുകാരിക്ക് തോന്നുകയാണ്. അതവളെ എന്താണ് താൻ സ്വയം ചെറുതാണെന്ന്, തൻ്റെ മനസ്സ് ഇത്ര ചെറുതാണെന്നുള്ള ഒരു ഫീല് അവളെല്ലാം ഉണ്ടാക്കി, അതായത് ലേഖികയിൽ. പിന്നെ മാത്രമല്ല തൻ്റെ അനുമാനങ്ങളൊക്കെ തെറ്റാണെന്നും അത് തനിക്ക് തിരുത്താൻ കഴിഞ്ഞു എന്നതിലും അവൾക്ക് എന്താണ് സന്തോഷം തോന്നി. അതായത് ജാൻവീനെ കണ്ടപ്പോൾ ന്യൂജനിലെ കുട്ടിയാണ്, അഹങ്കാരിയാണ് എന്നുള്ള ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ലേഖികയ്ക്ക് ഉണ്ടായിരുന്നത്. അത് വൃദ്ധനെ കണ്ട് വൃദ്ധനുമായി സംസാരിച്ചു, വൃദ്ധനെ തൻ്റെ പിതാവായി ഏറ്റെടുക്കാനുള്ള മനസ്സ് കണ്ട ജാൻവിയെ അങ്ങനെ കണ്ടപ്പോൾ ലേഖികയ്ക്ക് എന്താണ് താൻ സ്വയം ചെറുതായതുപോലെയും മാത്രമല്ല ആ ഒരു തെറ്റ് തിരുത്തിയതിൽ ലേഖികയ്ക്ക് സന്തോഷവും തോന്നുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ 10 ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ 10 ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ബാക്കി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ്.